വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരുമായി മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. അപകടത്തിൽ കാണാതായ ഒരാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ബോട്ടിലുണ്ടായിരുന്ന മറ്റു 11 പേരെ രക്ഷപ്പെടുത്തി. പനാമ രജിസ്ട്രേഷനിലുള്ള കപ്പലാണ് ബോട്ടിലിടിച്ചത്. കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ പോലീസ് നരഹത്യയ്ക്ക് കേസെടുത്തു. പുലർച്ചെ 2:30 പുതുവൈപ്പിനിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. തോപ്പുംപടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ കാർമൽ മാത എന്ന ബോട്ടിലാണ് പനാമ രജിസ്ട്രേഷനുള്ള ആംബർ എന്ന കപ്പലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് പൂർണ്ണമായും തകർന്നു. അപകടം നടന്നയുടൻ സമീപത്തുണ്ടായിരുന്ന മറ്റ് ബോട്ടുകളിലുള്ളവരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിവെച്ചത്. രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചവരെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ചപ്പോൾ ബോട്ട് മറിഞ്ഞുപോയി. ഞങ്ങൾ മറിഞ്ഞുപോയപ്പോൾ വെള്ളത്തിനടിയിൽ വന്ന് ഒരു 10-15 പേരാണ് മുകളിൽ വന്നത്. ബാക്കി 3 പേര് മുകളിലൊന്നില്ല. പിന്നെ എല്ലാവരും ഒച്ചയിട്ടപ്പോൾ ഒരു സ്ഥലത്തിൽ എല്ലാവരും കൂടി. കപ്പലിടിച്ച സമയം ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടന്ന്. പിന്നെ ബോട്ടിൽ ഉള്ളർന്ന് വീലസ് പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം പുറത്ത് വന്നപ്പോൾ 3 ആൾക്കാരെ കാണാറില്ല. കപ്പൽ ഒച്ചയിട്ട് കപ്പലും നിർത്തിയില്ല. കാണാതായവർക്ക് വേണ്ടി നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. കുളച്ചൽ സ്വദേശി തമ്പിദുരൈ രാഹുൽ എന്നിവരുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും കരയ്ക്കെത്തിക്കുകയും ചെയ്തു. കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ടെന്നും പഴുതടച്ച അന്വേഷണമായിരിക്കും നടക്കുകയെന്നും ഫോർട്ട് കൊച്ചിയിലെത്തിയ ADGP ടോമിൻ തച്ചങ്കരി പറഞ്ഞു. ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാനുള്ള നടപടികൾ എടുക്കും. ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുഭവത്തോട് വേണം ചെയ്യാൻ വേണ്ടിയുള്ളത്. നമ്മൾ എടുത്തിയാടി എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിക്കൊന്നും വ്യത്യസ്തമാകാൻ പാടില്ല. എങ്കിലും നമ്മുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികൾ ഇക്കാര്യത്തിലുണ്ടാവും. ഇടിച്ച കപ്പലിനോട് കളക്ടർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടു. സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ഉള്ളതിനാൽ കപ്പൽ ഉടൻ തുറമുഖത്തെത്തിക്കാനാവില്ലെന്ന് കൊച്ചിൻ പോർട്ട് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചു മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം അടിയന്തര സഹായമായി അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കുടിയേറ്റ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ നിന്നാണ് തുക അനുവദിക്കുക. സാധാരണ നിലയിൽ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. എന്നാൽ ഈ ദാരുണ സംഭവത്തിൽ മരിച്ചവരുടെ കാര്യത്തിൽ പ്രത്യേക ഇളവ് നൽകി തുക ആശ്രിതർക്ക് അനുവദിക്കാൻ തൊഴിൽ വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് ഫലപ്രദമായ അന്വേഷണം നടത്തി നടപടിയെടുക്കാനും പോലീസിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോട്ടിൽ കപ്പലിടിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. സമാനമായ സംഭവങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ അനുഭവം ആവർത്തിക്കാൻ അനുവദിക്കില്ല. ജാഗ്രതയോടുള്ള പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മത്സ്യബന്ധനത്തിന് നീന്തലറിയാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോകുന്ന കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ മുൻകാല അനുഭവങ്ങൾ കണക്കിലെടുത്ത് ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായും കപ്പൽ കണ്ടെത്തുന്നതിനായും നേവി കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇടപെടുന്നത്. ആ കപ്പൽ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെടുത്തി ഇങ്ങനെ തൊഴിലാളികളെ ഇടിച്ചിട്ട് അവരെ കൊലക്കിരയാക്കിയിട്ട് ഒരു തരത്തിലുള്ള വിദേശ കപ്പലുകളും കടന്നു പോകാൻ ഗവൺമെന്റ് അനുവദിക്കില്ല. നീന്തലറിയാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ മത്സ്യബന്ധനത്തിനായി കൊണ്ടുപോകുന്ന രീതി സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമായിട്ട് നേവി എന്നെ ശ്രദ്ധയപ്പെടുത്തിയത്. ഞാനും അപ്പോൾ പറഞ്ഞു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിക്കാൻ തയ്യാറാണ്. മുഴുവൻ കടലിൽ പോകുന്ന ഫിഷർമെനും ബയോമെട്രിക് കാർഡ് ഇഷ്യൂ ചെയ്യാൻ നേവി സന്നദ്ധമാണ്. അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനോട് സഹകരിച്ചുകൊണ്ട് മുഴുവൻ ഫിഷർമെനും ബയോമെട്രിക് കാർഡ് കൊടുക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കിട്ടും. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളി വന്ന് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ട്രെയിനിങ് ഇല്ലാത്ത നീന്തലറിയാത്ത തൊഴിലാളികളെ ബോട്ട് ഉടമകളെ എൻഗേജ് ചെയ്യരുത് എന്ന തരത്തിലേക്ക് ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫസൽ വധക്കേസിൽ CBI തുടരന്വേഷണം നടത്തണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. ഫസൽ വധക്കേസിൽ തന്റെ കുറ്റസമ്മത മൊഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ 2 വർഷം മുൻപ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫിക് പരിശോധന നടത്തണമെന്നും P. ജയരാജൻ ആവശ്യപ്പെട്ടു. RSS നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബീഷ് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി നിഷേധിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. RSS നേതാക്കളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി കുറ്റസമ്മതമൊഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ 2 വർഷം മുൻപ് സുബീഷ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫിക് പരിശോധന നടത്തണമെന്ന് P. ജയരാജൻ ആവശ്യപ്പെട്ടു. സുബീഷിന്റെ വാർത്താസമ്മേളനത്തിലെ ശബ്ദവും ഫോൺ സംഭാഷണത്തിലെ ശബ്ദവും ഒന്നാണോ എന്ന് ഇത്തരമൊരു ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിലെ കുറ്റസമ്മതമൊഴിക്ക് നിയമപ്രാബല്യം ഇല്ലെന്നാണ് സംഘപരിവാർ നേതാക്കൾ പറയുന്നത്. എന്നാൽ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് G. പവിത്രൻ കേസിൽ കേരള പോലീസ് തുടരന്വേഷണത്തിനുള്ള അനുമതിക്കായി വിചാരണ കോടതിയെ സമീപിച്ചത്. കോടതി അനുമതിയോടെ പവിത്രൻ കേസിൽ കേരള പോലീസ് തുടരന്വേഷണം നടത്തുകയുമാണ്.
അതേ മൊഴിയനുസരിച്ചാണ് ഫസൽ വധത്തെക്കുറിച്ചും തുടരന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നത്. ഫസലിന്റെ സഹോദരൻ തുടരന്വേഷണം ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണമേ ഇല്ലെന്ന നിലപാടാണ് CBI കൈക്കൊണ്ടിട്ടുള്ളത്. പോലീസിന് ലഭിച്ച കുറ്റസമ്മതമൊഴിയുടെ ഒരു ഭാഗം കണക്കിലെടുത്ത് ഒരു അന്വേഷണ ഏജൻസി തുടരന്വേഷണം നടത്തുമ്പോൾ അന്വേഷണമേ ഇല്ലെന്ന മുൻവിധിയോടുള്ള CBI നിലപാട് തിരുത്തുക തന്നെ വേണം. അന്വേഷണമേ ഇല്ല എന്നുള്ള മുൻവിധിയോടുകൂടിയുള്ള CBI നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. തുടരന്വേഷണം നടത്തണം. ആ തുടരന്വേഷണം നടത്താൻ അന്വേഷണ ഏജൻസി തയ്യാറാവണം. CBIയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ ആ ഏജൻസി തയ്യാറാവണം എന്നതാണ് ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത്. കാരായി രാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രതികളായിട്ടുള്ളത് ജനങ്ങളുടെ കോടതിയിൽ തൻ്റെ നിരപരാധിത്വം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്യുകയും അത് മറ്റുള്ളവരുടെ ചുമലിട്ട് രക്ഷപ്പെടാനുമുള്ള RSS തന്ത്രമാണ് അന്വേഷണ ഏജൻസിയെ സ്വാധീനിച്ചുകൊണ്ട് ഫസൽ കേസിൽ നടക്കുന്നതെന്നും P. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ. സിനിമാ ടിക്കറ്റിന് നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താൻ GST യോഗത്തിൽ ധാരണ. 100 രൂപ വരെയുള്ള ടിക്കറ്റിന് 18%, 100 രൂപയ്ക്ക് മുകളിൽ 28% നികുതി ഏർപ്പെടുത്തും. ലോട്ടറി നികുതിയുടെ കാര്യത്തിൽ ധാരണയായില്ല. GST യോഗം അടുത്ത ഞായറാഴ്ച വീണ്ടും ചേരും. മനു ശങ്കർ ചേരുകയാണ് വിവരങ്ങളുമായി. മനു, പുതുക്കിയ നികുതി നിരക്കുകൾ എങ്ങനെയാണ്? മറ്റെന്തൊക്കെ ധാരണകളിലാണ് ഇന്നത്തെ GST യോഗം എത്തിച്ചേർന്നത്? ഇന്നത്തെ GST കൗൺസിൽ യോഗത്തിൽ കേരളം പ്രധാനമായും ഉറ്റുനോക്കിയിരുന്നത് ലോട്ടറി കാര്യത്തിൽ നികുതി നിശ്ചയിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. ലോട്ടറിയിലെ നികുതി 28% വർദ്ധിപ്പിക്കണമെന്നാണ് കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ കേന്ദ്രം തയ്യാറായില്ല. പകരം അടുത്ത GST കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്രം അഭിപ്രായപ്പെട്ടത്. ഇതിനിടയിൽ ഇന്ത്യയിലെ ലോട്ടറി മാഫിയ നികുതി കുറയ്ക്കാൻ കേന്ദ്രത്തിന് അനുവദിക്കാൻ സമ്മതിക്കാത്തതാണെന്നും ഇത് സംബന്ധിച്ചുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മുകളിലുണ്ടെന്നും സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതോടൊപ്പം മറ്റു സുപ്രധാനമായൊരു നീക്കം ഈ സിനിമാ ടിക്കറ്റുകളുടെ നികുതി 28% നിശ്ചയിക്കാനാണ് നേരത്തെ GST കൗൺസിൽ യോഗത്തിൽ ധാരണയിലെത്തിയിരുന്നത്. എന്നാൽ 100 രൂപയ്ക്ക് മുകളിലുള്ള ടിക്കറ്റുകൾക്ക് മാത്രം 28% നികുതിയും 100 രൂപയിൽ താഴെയുള്ള സിനിമാ ടിക്കറ്റുകൾക്ക് 18% നികുതിയുമായി നിജപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പ്രാദേശിക തിയേറ്ററുകളെയും അതോടൊപ്പം പ്രാദേശിക സിനിമകളെയും പിന്തുണയ്ക്കുക എന്നൊരു നിലപാടോടുകൂടിയാണ് GST കൗൺസിൽ യോഗം 100 രൂപയിൽ താഴെയുള്ള സിനിമാ ടിക്കറ്റുകൾക്ക് 18% നികുതി എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം എല്ലാ സ്ഥാപനങ്ങൾക്കും GSTയിൽ അനുമാന നികുതി പരിധി 75 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം കയറിന്റെയും കശുവണ്ടിയുടെയും പ്ലൈവുഡിന്റെയും ഈ 3 മേഖലകളുടെയും നികുതി നിരക്ക് കുറയ്ക്കണമെന്നും സംസ്ഥാനം പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്ലൈവുഡ് മേഖലയുടെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. പകരം കയറിന്റെ നികുതി 12% നിന്ന് 5% കുറയ്ക്കാനും കശുവണ്ടിയുടെ നികുതിയും 5% കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്. ശീതീകരിക്കാത്ത റെസ്റ്റോറന്റുകളുടെ നികുതി നിരക്ക് കുറയ്ക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും ഇത് GST കൗൺസിൽ യോഗം അംഗീകരിച്ചിട്ടില്ല. എന്തായാലും ജൂലൈ 1 തന്നെ GST നടപ്പാക്കുന്നതിൽ സംസ്ഥാനം എതിർപ്പ് അറിയിച്ചിട്ടില്ല. അടുത്ത GST കൗൺസിൽ യോഗം തിങ്കളാഴ്ച ചേരും. ആ യോഗത്തിൽ ലോട്ടറി സംബന്ധിച്ചുള്ള വിഷയം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രീഷ്മ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ ടിക്കറ്റിന് നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താൻ GST യോഗത്തിൽ ധാരണ. 100 രൂപ വരെയുള്ള ടിക്കറ്റിന് 18%, 100 രൂപയ്ക്ക് മുകളിൽ 28% നികുതി ഏർപ്പെടുത്തും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി C&AGക്ക് കത്തയച്ചു. തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും നടപടിക്രമങ്ങളിലെ തെറ്റുകളും ചൂണ്ടിക്കാട്ടിയാണ് ഉമ്മൻചാണ്ടി കത്ത് നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങളിലെ തെറ്റുകൾ CAG ശശികാന്ത് ശർമ്മയ്ക്ക് അയച്ച കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അവധി പൂർത്തിയായതിനെ തുടർന്ന് ജൂൺ 17 തന്നെ സർവീസിൽ തിരികെ കയറുമെന്ന് DGP ജേക്കബ് തോമസ്. പുതിയ ചുമതലകളെക്കുറിച്ച് സർക്കാരിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അഴിമതിക്കെതിരായ പോരാട്ടം എല്ലാവരും നടത്തേണ്ടതാണ്. വിജിലൻസിന്റെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ ഇനിയും സമയം വേണമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. സർവീസിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചുമതലകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഞാനിപ്പോൾ ലീവിലല്ലേ, ലീവ് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യും അടുത്ത ആഴ്ച. കഞ്ചിക്കോട് കിൻഫ്ര മെഗാ ഫുഡ് പാർക്കിന് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ചേർന്ന് തറക്കല്ലിട്ടു. കാർഷിക ഭക്ഷ്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കേരളത്തിൽ 2 ഭക്ഷ്യ സംസ്കരണ പാർക്കുകളാണ് ആരംഭിക്കുന്നത്.
സംസ്ഥാനത്തെ ഭക്ഷ്യസംസ്കരണ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന സംരംഭത്തിനാണ് പാലക്കാട് കഞ്ചിക്കോട്ട് തറക്കല്ലിട്ടത്. 79 ഏക്കർ സ്ഥലത്താണ് 119 കോടി മുതൽ മുടക്കുള്ള ഫുഡ് പാർക്ക് സജ്ജമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിൻഫ്ര ഭക്ഷ്യസംസ്കരണ വ്യവസായ പാർക്കിന് 50 കോടി ഗ്രാന്റായി ലഭിക്കും. 40.68 കോടിയാണ് സംസ്ഥാന സർക്കാർ വിഹിതം. നബാർഡ് വായ്പ 28.34 കോടിയും. ഒരു വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാകും. മുഖ്യമന്ത്രിയും കേന്ദ്ര ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രി ഹർസിമ്രത് കൗർ ബാദലും ചേർന്ന് പദ്ധതിക്ക് തറക്കല്ലിട്ടു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാടൻ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക, സംഭരിക്കുക, സംസ്കരിക്കുക, അങ്ങനെ കയറ്റുമതി ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു കൃത്യമായ പദ്ധതി തന്നെ സർക്കാർ ആവിഷ്കരിക്കും. അപ്പോൾ കാർഷിക വ്യവസായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസനം നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ് എന്നാണ് സർക്കാർ കാണുന്നത്. ഭക്ഷ്യസംസ്കരണ രംഗത്ത് കേരളത്തിന് കൂടുതൽ സംഭാവന നൽകാനാവുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദ്യ അലോട്ട്മെന്റ് കൈമാറൽ കേന്ദ്ര സഹമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതി നിർവഹിച്ചു. മന്ത്രി AC മൊയ്തീൻ, MP രാജേഷ് MP, K കൃഷ്ണൻകുട്ടി MLA എന്നിവർ സംസാരിച്ചു. പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ 4500 പേർക്ക് നേരിട്ടും 12000-ഓളം പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങളും ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ കടുത്ത ആരോപണവുമായി മുൻ DGP CB മാത്യൂസ്. സൂര്യനെല്ലി കേസിൽ PJ കുര്യനെ കൊടുക്കാൻ തിരുവഞ്ചൂർ ശ്രമിച്ചിരുന്നതായി ആത്മകഥയിലൂടെ CB മാത്യൂസിന്റെ ആരോപണം. രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ PJ കുര്യൻ നടത്തിയ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് CB മാത്യൂസ് പറഞ്ഞു. PC ചാക്കോയ്ക്കും രാജീവ് ചന്ദ്രശേഖരനുമെതിരെ പുസ്തകത്തിൽ ഗുരുതര പരാമർശങ്ങളുമുണ്ട്. കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തൊഴുത്തിൽ കുത്തും ക്രിമിനൽ ഗൂഢാലോചനയും അനാവരണം ചെയ്യുന്നതാണ് മുൻ DGP CB മാത്യൂസിന്റെ നിർഭയം എന്ന പുസ്തകം. രാജ്യസഭാ ഉപാധ്യക്ഷനായ PJ കുര്യനെ സൂര്യനെല്ലി കേസിൽ കൊടുക്കാൻ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പുസ്തകത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. സൂര്യനെല്ലി കേസ് അട്ടിമറിച്ചത് CB മാത്യൂസ് ആണെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ KK ജോഷ്വ ഒരു വാർത്താ മാധ്യമത്തിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നിൽ ആഭ്യന്തര വകുപ്പ് ഹരിപ്പാട്ടുകാരൻ തട്ടിയെടുക്കുമോ എന്ന് ഭയന്നിരുന്ന വ്യക്തിയാണെന്നും ഇതിന് 2G കേസിന്റെ അന്വേഷണം നിയന്ത്രിച്ച ഒരു നേതാവിൻ്റെയും മലയാളം ചാനൽ നിയന്ത്രിച്ചിരുന്ന മറ്റൊരു പാർലമെന്റ് അംഗത്തിൻ്റെയും പിന്തുണയുണ്ടായിരുന്നുവെന്നും പുസ്തകത്തിൽ ആരോപിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ചാക്കോ, രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരെയാണ് CB മാത്യൂസ് പുസ്തകത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തം. NSSന്റെ താൽപര്യപ്രകാരം രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കാൻ PJ കുര്യൻ മുൻകൈയെടുത്തതാണ് തിരുവഞ്ചൂറിന്റെ പ്രകോപനത്തിന് ആധാരമെന്ന് പുസ്തകത്തിൽ പറയുന്നു. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ വെച്ച് A ഗ്രൂപ്പുകാർ സൂര്യനെല്ലി കേസിൽ PJ കുര്യനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആരോപണം വലിയ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CB മാത്യൂസിന്റെ വെളിപ്പെടുത്തൽ വെറും തമാശ മാത്രമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് ഈ പരാമർശങ്ങൾ. സർവീസ് സ്റ്റോറിയിൽ കത്തിയും കഠാരയും മുള്ളും മുറിയും സ്വാഭാവികം മാത്രമാണെന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ചിരിയാ തോന്നിയത്. കാരണം യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല. ഏറ്റവും ചുരുക്കി എന്നെ സംബന്ധിക്കുന്ന കാര്യത്തിലെങ്കിലും CB മാത്യുവും ജോഷുവയും തമ്മിൽ ഉള്ള തർക്കം പണ്ട് മുതലേ സർവീസിൽ നിൽക്കുന്നതാണ്. അതിനെന്തെങ്കിലും ഒരു വശം കണ്ടതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. എന്ന് സർവീസ് സ്റ്റോറി എഴുതുമ്പോൾ ഒരു ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കുമല്ലോ. അത് ഒത്തിരി ധാരാളം ഇതിനകത്ത് ഉണ്ട്. മുള്ളും മുനയും കത്തിയും കടാരിയും ഒക്കെ ഒരു സർവീസ് സ്റ്റോറിക്കകത്ത് സാധാരണഗതി വരും. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കലാപം. ജയലളിതയുടെ അനന്തരവൾ ദീപ ജയകുമാറിന്റെ പോയസ് ഗാർഡനിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞു. തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. തമിഴ്നാട് സർക്കാർ ജയലളിത സ്മാരക മന്ദിരമായി പ്രഖ്യാപിച്ച പോയസ് ഗാർഡനിലേക്ക് ഇന്നു രാവിലെയാണ് ദീപ ജയകുമാർ സന്ദർശനത്തിനായി അണികൾക്കൊപ്പമെത്തിയത്. എന്നാൽ ജയലളിതയുടെ ഏക സഹോദരപുത്രിയെ VK ശശികലയുടെ അണികൾ തടഞ്ഞു. ജയലളിതയുടെ വേഷവിധാനങ്ങൾ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഒരുങ്ങിയാണ് ദീപ ജയകുമാർ പോയസ് ഗാർഡൻ സന്ദർശിക്കാൻ എത്തിയത്. എന്നാൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട് ഇവരുടെ പ്രവേശനം തടയുകയായിരുന്നു. മരണശേഷമുള്ള ജയലളിതയുടെ ജന്മദിനത്തിൽ അമ്മ ദീപ പേരവൈ പാർട്ടി എന്ന പുതിയ പാർട്ടിക്ക് ദീപയും ഭർത്താവ് ജയകുമാറും ചേർന്ന് രൂപം നൽകിയിരുന്നു. രക്തബന്ധത്തെ ബുദ്ധിപൂർവ്വം തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള ദീപ ജയകുമാറിന്റെ ശ്രമങ്ങൾ തുടരവെയാണ് ഇന്നത്തെ സംഭവം. ജാമ്യത്തിലിറങ്ങിയ TTV ദിനകർ പളനിസ്വാമിക്കൊപ്പമുള്ള MLA-മാരെ സ്വാധീനിച്ചിരുന്നു. VK ശശികലയും പരോൾ ലഭിച്ച് പുറത്താണ്. ഈ ഘട്ടത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാവുകയാണ്. ന്യൂസ് ഡെസ്ക്.
കന്നുകാലി കശാപ്പ് വിഷയത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണയുമായി ത്രിപുര മുഖ്യമന്ത്രി മാണിക് സർക്കാർ. ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതുമായ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമാണ്. വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ച നടപടി അഭിനന്ദനാർഹമാണെന്നും മാണിക് സർക്കാർ മറുപടി കത്തിൽ പറയുന്നു. കന്നുകാലി കശാപ്പിന് മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ട കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഫെഡറലിസത്തിന്റെ ലംഘനത്തിനും ജനാധിപത്യ വിരുദ്ധ നിലപാടിനുമെതിരെ കൂട്ടായ്മ അനിവാര്യമാണെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ മറുപടി കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നടപടി അഭിനന്ദനാർഹമാണ്. നിരവധി സംസ്ഥാനങ്ങൾക്കും സമാന ചിന്താഗതിയുണ്ട്. ഇത്തരം സംസ്ഥാനങ്ങളെ കൂടി ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശക്തമായ ശ്രമം നടത്താമെന്നും മാണിക് സർക്കാർ വിശദമാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ കർണാടകമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ എതിർപ്പ് ഉയർന്നിരുന്നു. ഇപ്പോൾ ത്രിപുര സർക്കാർ പിന്തുണയുമായി എത്തിയത് കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭത്തിന് ശക്തി പകരും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.